ഇന്നലെ രാത്രി സൺഡേ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഗബ്രിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പേരില്ലാത്ത, ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ആ ഒരു ബന്ധത്തിൽ നിന്നും ക്ലാരിഫിക്കേഷൻ വന്നു. എനിക്ക് നിന്നോട് പ്രണയമാണ് ഗബ്രി, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇനി എന്തൊക്കെ അതിൻ്റെ പേരിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും ഞാൻ അതിനൊക്കെ തയ്യാറാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ രീതിയിൽ ഗബ്രിയോട് ജാസ്മിൻ അവരുടെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ ഒരു നാടകമായി തുടങ്ങിയതാണെങ്കിലും അവസാനം അതൊക്കെ കൈവിട്ട് അവൾക്ക് അവളുടെ പ്രണയം തുറന്നു പറയേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും പുറത്ത് ഒരു എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരാള് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ഗെയിമിന്റെ ഭാഗമായുള്ള റിലേഷൻഷിപ്പും അത് പിന്നെ കാര്യമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറത്ത് ഫാമിലിയുണ്ട്, അതുപോലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എന്തുമാത്രം പ്രശ്നത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ജാസ്മിൻ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും ഗബ്രി അവൾക്ക് അനുകൂലമായ ഒരു കാര്യം പോലും പറഞ്ഞതായിട്ട് നമുക്ക് ലൈവിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവള് ഇത്രയൊക്കെ പറഞ്ഞിട്ടും എല്ലാം നൈസായി ഒഴിവാക്കുന്ന രീതിയാണ് ലൈവില് കണ്ടത്. പക്ഷെ അവര് ക്യാമറ സ്പേസിന് വേണ്ടി പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. വളരെ സേഫായ രീതിയിൽ സൗണ്ടൊക്കെ കുറച്ച് ആണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. എന്നിരുന്നാലും ഇത്രയൊക്കെ ജാസ്മിൻ പറഞ്ഞിട്ടും ഗബ്രി നൈസായി ഒഴിവാക്കുന്ന വിവാഹത്തില് കാര്യങ്ങളാണ് ലൈവിൽ കാണാൻ കഴിഞ്ഞത്. നമുക്ക് കണ്ടറിയാം ഇന്നത്തെ ലൈവിലും എപ്പിസോഡിലൊക്കെ ആയി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. പക്ഷെ ഇതിലൊക്കെ പറയാനുള്ള കാര്യം, ഒരു വിഷയം എന്താന്ന് വെച്ചാല് ഫാമിലിയെ ബാധിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ, ഇവരധിക പേരും ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ് ഫ്രസ്ട്രേഷൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ജാസ്മിന്റെ ഇൻഡിവിജ്വൽ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് അതൊക്കെ ഇല്ലാത്തൊരു മാറുന്നൊരു സാഹചര്യമുണ്ട്. പലരും അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വരും ദിനങ്ങളിൽ നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം എന്ന് വിചാരിക്കും. എന്തായാലും ഗെയിമിന് വേണ്ടി സ്വന്തം ലൈഫൊക്കെ വെച്ച് കളിക്കുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇനിയും ദിവസങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ മാനസിക നിലയൊക്കെ തെറ്റിപ്പോവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇന്നത്തെ ലൈവില്
കാണാൻ സാധിച്ചതും അത് തന്നെയാണ്. മാനസിക നില തകരാറിലാവാൻ പോലും ചാൻസ് അവിടെ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കാം.